ഹായ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കണ്ടാലോ? ജസ്റ്റ് ഫേസ് മാത്രം ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. സോ നമുക്ക് സ്കിൻ കെയർ കഴിഞ്ഞിട്ട് വിൽ ഗോ ഫോർ ദ മേക്കപ്പ്. ഓക്കെ, ആദ്യം തന്നെ ടോണർ. ഈ ടോണർ ഇസ് സോ ഗുഡ്. ഇതേ കണ്ടില്ലേ, ഈ ടോണർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 ഇയർ. ഈ ഫുൾ ബോട്ടിൽ അതും എനിക്ക് നൈക്കയിൽ ഓഫറിനാണ് കിട്ടിയത്. 1100 ആ റേഞ്ചിലാണ് കിട്ടിയത്. ആൻഡ് ഇറ്റ് ലാസ്റ്റഡ് ഫോർ വൺ ഇയറും കൂടുതൽ ലാസ്റ്റ് ചെയ്തത്. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇത്രയും കൂടിയേ ഉള്ളൂ. ഇതൊരു സിറമൽ ടോണർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബാരിയറിന് പറ്റിയൊരു ടോണറാണ് കേട്ടോ. ഒട്ടും ഡ്രൈ ആക്കത്തില്ല. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ചേരുന്നൊരു നല്ല ടോണറാണ്. ബാക്കി സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പ് ടോണർ ഇട്ട് കഴിഞ്ഞല്ലോ. സോ ലിപ് ബാം. ഈ ലിപ് ബാം നാളെ കുറച്ച് സമയം നമ്മൾ ലിപ്സിലിട്ടിരിക്കണം. കാരണം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. സോ ഇതിട്ട് കഴിഞ്ഞാൽ, ഇതിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീരുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടിന് കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ലിപ് ബാം. കഴിഞ്ഞിട്ട് ഞാൻ സ്നെയിൽ മ്യൂസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് കോസ്റെക്സിൻ്റെ. ഇതും നല്ലതാണ് ഫോർ ഡ്രൈ സ്കിൻ. ജസ്റ്റ് 2 പമ്പ്. അത് കഴിഞ്ഞിട്ട് ടു മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ സെറമൈഡ് ആൻഡ് ഹൈലൂറോണിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ. ഇതും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും അതിൻ്റെ എക്സസ് നെക്കിലും കൂടി ചേർത്ത് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ടു സൺസ്ക്രീനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ഓഫ് ജോസിയോൻ്റെ സൺസ്ക്രീനാണ്. നാച്ചുറൽ ലുക്ക് വേണ്ടവർക്ക് ദിസ് ഇസ് ഗുഡ്. ഒരു വൈറ്റ് കാസ്റ്റ് തരത്തില്ല. ജസ്റ്റ് ട്രൈ ചെയ്യട്ടാ. വേറെ ഒന്നും ഇതിനെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കാൻ അറിയത്തില്ല. ഇറ്റ്സ് ഗുഡ്. 2 ഫിംഗർ റൂൾ. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ടു മേക്കപ്പിനായിട്ട് ആദ്യം തന്നെ എൽഫിൻ്റെ ഒരു ഹാലോ ഫിൽറ്റർ. ഇതൊരു ഡ്യൂവി ലുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഫൗണ്ടേഷൻ ഇടാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഒരു നാച്ചുറൽ അതായത് ഒരു നാച്ചുറൽ മേക്കപ്പ് ഫീൽ വേണ്ടവർക്ക് യു ക്യാൻ യൂസ് ദിസ്. ഓക്കെ, ഇത് നല്ലതാണ്. ഇതിൻ്റെ ഡ്യൂപ്പുണ്ട്. ഇതിൻ്റെ ഡ്യൂപ്പ് എനിക്കൊന്ന് മാസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. മാസിൻ്റെ അതും നല്ലതാണ്. രണ്ടും ഏകദേശം കൈൻഡ് ഓഫ് സെയിം ആണ്. ഫൗണ്ടേഷനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടീൻ്റെയാണ്. ഈ ഷെയ്ഡ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇച്ചിരി ഡാർക്കായതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡാർക്ക്, ഇച്ചിരി കൂടി ലൈറ്റർ ഷെയ്ഡ് വാങ്ങണമായിരുന്നു. ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഷെയ്ഡ് കുറച്ച് പ്രോബ്ലമാറ്റിക്കായിട്ട് തോന്നി. ബാക്കി ക്വാളിറ്റി വൈസ് എവറിത്തിങ് ഈസ് ഗുഡ്. ബട്ട് ഷെയ്ഡ് മാത്രം കുറച്ച് ഒരു ഷെയ്ഡ് ഹയർ വേണമായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞ് ടു ബ്ലഷിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എത്തുദയുടെ വാട്ടർ ടിൻറ്റ്. ഇത് നമുക്ക് ലിപ്സിലും യൂസ് ചെയ്യാം, ചീക്സിലും യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ മണം എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ലിപ്സിലൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല. ചീക്സിൽ മാത്രം ആ ഒരു, പിന്നെ കുറച്ച് മൂക്കിൽ. എല്ലാം കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യും ഞാൻ. ബ്രഷ് ഞാൻ തൊടത്തില്ലല്ലോ. പക്ഷെ ടിൻറ്റ് ഇടുമ്പോൾ നമ്മൾ നമ്മുടെ കൈക്ക് ഒരുപാട് സ്റ്റെയിനായി പോകും. പിന്നെ പോകാൻ ഇച്ചിരി പാടാണ്. സോ നിങ്ങൾ ടിൻറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ബ്യൂട്ടി സ്പഞ്ച് അത് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ പിന്നെ ഇത് ശീലമായതുകൊണ്ട് പിന്നെ കൈ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഉണ്ടോ, ഇത് ഇച്ചിരി പോകാൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞിട്ട് ടു ഹൈലൈറ്റർ കെ ബ്യൂട്ടീൻ്റെ ആണ്.
ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് ദ ബെസ്റ്റ് ഹൈലൈറ്റർ. ഇതിച്ചിരി ബഡ്ജറ്റിനെക്കാട്ടും കൂടുതലാണെങ്കിലും ദിസ് വർക്ക്സ് വണ്ടേഴ്സ്. സോ നിങ്ങൾ ചെറിയ രീതിക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. അത് മാത്രമല്ല, ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 ടൈനി പമ്പ് മാത്രം മതി. ഇത് ഏകദേശം ഒരു 2 years വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ ഗുഡ് പ്രൊഡക്റ്റ്. ജസ്റ്റ് സേ ഈ ഒരു കുഞ്ഞ് പമ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം. സൺലൈറ്റിൻ്റെ അണ്ടറിൽ നിൽക്കുവാണെങ്കിൽ യു വിൽ ഗ്ലോ. ദെൻ ടു ഐബ്രോസ്. നമുക്ക് ഇച്ചിരി ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഒരു വൃത്തിയായിട്ട് മെസ്സി ലുക്കിലാണ് ഐബ്രോസ് ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഐ റിയലി റിഗ്രറ്റ് നോട്ട് ത്രെഡിങ് മൈ ഐബ്രോസ്. ചുമ്മാ ഒരു ഐ ഡോണ്ട് ലൈക്ക് ടു വർക്ക് വിത്ത് മെസ്സി eyebrows. Then to kajal, again K Beauty. Then to mascara. Eyeshadows ഒന്നും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ഈ വൃത്തിട്ട ഐബ്രോ എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് സ്പൂളി ബ്രഷ് വെച്ച്, ഇറ്റ്സ് എ ജെൽ, ഓക്കെ, ഐബ്രോ ജെൽ, അത് വെച്ചൊന്ന് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. പക്ഷെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഗൈസ്, സീരിയസ്ലി എനിക്ക് സഹിക്കുന്നില്ല കണ്ടിട്ട്. ഓക്കെ, ദെൻ ടു ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നത് NYBൻ്റെ സ്പൈസി റസ്റ്റ്. ഇതൊരു നല്ല ഷെയ്ഡാണ് കേട്ടോ. എസ്പെഷ്യലി എൻ്റെ ഈ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് ഒരു റെഡിഷ് ബ്രൗൺ ഷെയ്ഡാണ്. കഴിഞ്ഞു. നോക്കുന്നു, ലിപ്പ് ലൈനർ വരയ്ക്കാം. ഈ ലിപ്പ് ലൈനർ വരയ്ക്കുന്നതിൻ്റെ ഒരു ഗുണം നമ്മുടെ ലിപ്സിന് നല്ല ഷേപ്പ് തരും. കണ്ടോ, ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ്പ് ലൈനറാണ്. എൻ്റെ ഷെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഞാൻ ഇത് തന്നെയാണ് മാച്ച് ചെയ്യുന്നത്. ഇത് മാത്രമേ ഉള്ളൂ ലിപ്പ് ലൈനറായിട്ട്. എല്ലാ ലിപ്സ്റ്റിക്സിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ ഒന്നും വാങ്ങാൻ തോന്നിയില്ല. വേറൊരു ലിപ്പ് ലൈനർ വാങ്ങാനും ആ ഒരു മൈൻഡ് വന്നില്ല. സോ കഴിഞ്ഞു. ഇനി ഹെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഹെയർ നമ്മൾ എപ്പോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പും, അതായത് ഹീറ്റ് വെച്ച് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സെറം അല്ലെങ്കിൽ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ഉപയോഗിക്കുക. എൻ്റെ കയ്യിൽ ഹീറ്റ് പ്രൊട്ടക്റ്റഡ് ഇല്ലാത്തതുകൊണ്ട് ഐ എം ജസ്റ്റ് യൂസിങ് ഹെയർ സെറം. ഇത് ലോറിയലിൻ്റെ ഇതാണ്. സോ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. I hope you guys enjoyed it. So thank you. Bye.